തൃശൂർ കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറിയും ബി.ജെ.പി. ജില്ലാ നേതാക്കളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന തിരൂർ സതീഷ് നടത്തിയ പുതിയ വെളിപ്പെടുത്തലിലാണ് ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ 1.5 കോടി രൂപ ചാക്കിൽ കെട്ടി കൊണ്ടുപോയെന്ന വെളിപ്പെടുത്തലിൽ അനീഷ് കുമാറിനെ വെള്ളപൂശേണ്ടതില്ലെന്ന നിലപാടിലാണ് കൃഷ്ണദാസ് പക്ഷം നേതാക്കൾ. തൃശൂരിലുള്ള ബി.ജെ.പി. സംസ്ഥാന നേതാക്കളും കെ അനീഷ് കുമാറിനെ സംശയത്തിന്റെ മുനയിലാണ് നിർത്തിയിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും ഇഷ്ടക്കാരനുമായ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിൽ വസ്തുതകൾ ഉണ്ടെന്ന ചർച്ചകളാണ് വി മുരളീധരൻ പക്ഷത്ത് സജീവമായിരിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കേറ്റ കനത്ത പ്രഹരവും ബി.ജെ.പി. നേതാക്കൾ പാർട്ടി വിടുന്നതുമെല്ലാം കെ സുരേന്ദ്രന്റെ കഴിവില്ലായ്മയും ഏകാധിപത്യ നിലപാടുകളുമാണെന്നും കെ കൃഷ്ണദാസ് പക്ഷവും വി മുരളീധരൻ അനുയായികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരൂർ സതീഷ് വെളിപ്പെടുത്തലിൽ പരാമർശിക്കുന്ന ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ, ജില്ലാ ട്രഷറർ സുജയ് സേനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരി എന്നിവർക്കെതിരെ പാർട്ടിതല അന്വേഷണം വേണമെന്നും കൃഷ്ണദാസ് പക്ഷത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നു. ശോഭാ സുരേന്ദ്രനും കൊടകര കുഴൽപ്പണ വിഷയത്തിലും പാർട്ടി അധ്യക്ഷന്റെ കാര്യത്തിലും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചതായും സൂചനയുണ്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ തിരൂർ സതീഷ് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിൽ ബി.ജെ.പി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്നും ബി.ജെ.പി. മണ്ഡലം പഞ്ചായത്ത് തല നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിശ്വസ്തനായ അനീഷ് കുമാറിനെതിരെയുള്ള വെളിപ്പെടുത്തലിൽ പരസ്യപ്രതികരണം നടത്തരുതെന്നാണ് കെ സുരേന്ദ്രൻ പക്ഷം ആവർത്തിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വിഷയത്തിൽ പ്രതികരിക്കാതെ ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറും 2 സഹപ്രവർത്തകരും നിശബ്ദത പാലിക്കുന്നതെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ കെ സുരേന്ദ്രനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ശക്തമായി തന്നെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കെ സുരേന്ദ്രൻ വിരുദ്ധപക്ഷം രഹസ്യ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് തിരൂർ സതീഷ് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും അതുപോലെ തന്നെ ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെയുമാണ് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായ പ്രതികരണം നടത്തണമെന്നുള്ള ആവശ്യമാണ് ബി.ജെ.പിയിൽ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധമായി രംഗത്ത് വരാനായി നേതാക്കളെ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ബി.ജെ.പിയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ ഭിന്നത കടുത്ത ഭിന്നതയായി മാറുമെന്നത് തർക്കമില്ല. തൃശ്ശൂരിൽ നിന്ന് സുനിൽ അരിമാനു.